ഫെയിലിയേഴ്സ് ഇന്നെവിറ്റബിൾ ആണെന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ ഒരു ഗവൺമെന്റ് ജോബ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസ്റ്റീജിയസ് പൊസിഷനിൽ എത്തുന്നത് ഇതൊരു ഈസി ടാസ്ക് അല്ലെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പം നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കുക. പിന്നെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. നമ്മൾ ലൈക്ക് മൈൻഡഡ് പീപ്പിളിന്റെ കൂടെയാണ് നിൽക്കുന്നത്. എല്ലാവർക്കും ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഫാമിലി മാറ്റിവെച്ച് KS മെൻറ്ററിനെ ഞാൻ മനസ്സിലാക്കുന്നത് പരിചയപ്പെടുന്നത് എൻ്റെ UPSC പ്രിപ്പറേഷൻ ടൈമിലാണ്. അപ്പോഴാണ് ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി കേൾക്കുന്നത്. ഞാൻ ഇവിടുത്തെ മിക്കവാറും എല്ലാ ടെസ്റ്റ് സീരീസിലുണ്ട്. ബോധ ടെസ്റ്റ് സീരീസ്, LD ടെസ്റ്റ് സീരീസ്, വെർഡിക്റ്റോ, പിന്നെ പോരാട്ടം ടെസ്റ്റ് സീരീസ്, മാമാങ്കത്തിലുണ്ട്. അത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഒരുപാട് പേരോട് ഗ്രേറ്റ്ഫുള്ളാണ്. ഇപ്പം ഈ ഇൻസ്റ്റിറ്റ്യൂഷനാണെങ്കിലും KS മെൻറ്റർ ആണെങ്കിലും എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്, ഇത് എൻ്റെ മാത്രം ഒരു വിജയമല്ല. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയുടെ ഏറ്റവും വലിയ ആഗ്രഹിക്കുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് അല്ലെങ്കിൽ അവരുടെ പേര് റാങ്ക് ലിസ്റ്റിൽ വരുന്ന ദിവസമാണ്. കോമ്പറ്റേറ്റീവ് എക്സാമിന് കുട്ടികളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം അവരെയും ഏറ്റവും പ്രൗഡാക്കുന്ന ദിവസം അവരെ വിദ്യാർത്ഥികൾ ആ റാങ്ക് ലിസ്റ്റിൽ വരുമ്പോഴാണ്. കേരളത്തിൽ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്റ്റീജിയസ് ആയ എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എക്സാം. അപ്പോൾ നമ്മുടെ 61ഓളം ഉദ്യോഗാർത്ഥികളാണ് ആ ഒരു ലിസ്റ്റിൻ്റെ അകത്തുള്ളത്. സോ ആ ഉദ്യോഗാർത്ഥികളിൽ ഒരു മിടുക്കിയാണ് ഇന്ന് എൻ്റെ കൂട്ടത്തിലുള്ളത്, അനു ഫ്രാൻസിസ്. അനു, വെൽക്കം. റാങ്ക് 10 അനുവിനുള്ളത്. അനു നമ്മുടെ KS മെൻറ്റർ കോഴ്സുകളുടെ സ്ഥിരം ഭാഗമായിട്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. അനുവിനൊന്ന് പരിചയപ്പെടുത്താം ആദ്യം. എൻ്റെ പേര് അനു ഫ്രാൻസിസ്. എൻ്റെ വീട് കൊല്ലത്താണ്. കൊല്ലത്തെ TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് 2022 ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ് ഞാൻ. അതിനുശേഷം അപ്പം തന്നെ ഞാൻ UPSC പ്രിപ്പറേഷനിലോട്ട് കടക്കുകയായിരുന്നു. അപ്പോൾ UPSC പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ബാക്കി എല്ലാ എക്സാംസും ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം ഒരു ബാക്കപ്പ് ഓപ്ഷനായിട്ട് അത് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഞാൻ ആക്റ്റീവ്ലി ബാക്കി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുകയും അറ്റംപ്റ്റ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിലേക്ക് വരുന്നതും അതിന് പ്രിപ്പയർ ചെയ്യുന്നതും. UPSC പോലെ വേറെ എക്സാമുകൾക്ക് എനിക്കറിയാം, അനൂപ് ഓൾറെഡി SSC MTS ലിസ്റ്റിലെല്ലാം ഉള്ള ആളാണ്. അപ്പോൾ അത്തരം പ്രിപ്പറേഷൻസിൽ നിന്ന് ഹൈക്കോർട്ട് പോലെ ഒരു എക്സാം ചൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? എങ്ങനെ അറിഞ്ഞു എങ്ങനെ ഒരു എക്സാം ഉണ്ട്, ഇതും എന്നെ കൊണ്ട് ക്യാപ്പബിൾ ആണ്? ഇത് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ ബേസിക്കലി വരുന്ന എക്സാംസിനെല്ലാം അപ്ലൈ ചെയ്യായിരുന്നു. അപ്പോൾ ഹൈക്കോർട്ടിൻ്റെ നോട്ടിഫിക്കേഷൻ കണ്ടപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തു. പിന്നെ UPSC പ്രിലിംസ് കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം ഉണ്ടായിരുന്നു. ഞാൻ ഹൈക്കോർട്ടിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയപ്പം അതിൻ്റെ ഒരു 50% ഇംഗ്ലീഷ് ടോപ്പിക്സ് ആണ്. അത് പിന്നെ ഡിസ്ക്രിപ്റ്റീവ് എക്സാം ഉണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്. ഇംഗ്ലീഷ് എനിക്ക് പൊതുവേ ഇഷ്ടമുള്ള ഒരു വിഷയമാണ്, അത്യാവശ്യം കുഴപ്പമില്ലാതെ അറിയാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഹൈക്കോർട്ടിന് എന്നെങ്കിൽ കുറച്ചും കൂടെ മെനക്കെട്ടിരുന്ന് പ്രിപ്പയർ ചെയ്യാം എന്ന് വിചാരിച്ചത്. എക്സാം എന്ന് പറയുമ്പോൾ 50 മാർക്ക് ഇംഗ്ലീഷ് ആണ് അല്ലെ? 50 മാർക്ക് GK, 40 മാർക്ക് GK, 10 മാത്സ്, 60 മാർക്ക് ഡിസ്ക്രിപ്റ്റീവ്, 10 ഇന്റർവ്യൂ. സോ ഈ ഒരു പ്രിപ്പറേഷൻ ജേണി, ലൈക്ക് ഒബ്ജക്റ്റീവിന് ഡിസ്ക്രിപ്റ്റീവിന് രണ്ടിനെ എങ്ങനെയാ ഡീൽ ചെയ്താൽ? ആദ്യം എനിക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഒരു ടെസ്റ്റ് സീരീസിൽ ചേർന്നു. ഇവിടുത്തെ തന്നെ വേർഡിക്റ്റോ ടെസ്റ്റ് സീരീസിലാണ് ഞാൻ ചേർന്നത്. അപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി ഏതൊക്കെ ഏരിയാസിൽ ഞാൻ ഫോക്കസ് കൊടുക്കണമെന്ന്. കാരണം ഇംഗ്ലീഷ് എനിക്ക് അറിയാം. അപ്പം ഞാൻ പുതിയതായിട്ട് എല്ലാം പഠിക്കാൻ തുടങ്ങിയില്ല. വേണ്ട ടോപ്പിക്സ് സച്ചാസ് ലീഗൽ വൊക്കാബുലറി അല്ലെങ്കിൽ വൺ വേർഡ്, സിനോണിംസ്, ഇതിലൊക്കെ എനിക്ക് കുറച്ചും കൂടെ എഫേർട്ട് ഇടണമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അതിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇതിന്റെ GK എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള ഒരു അവയർനെസ് ആണ് വേണ്ടത്. ബാക്കി UPSC പോലുള്ള എക്സാമുകൾക്ക് പോലെ അല്ല, കുറച്ച് കറണ്ട് അഫെയർ ഓറിയന്റഡ് ആയി ഫാക്ച്വൽ ചോദ്യങ്ങളുടെ എണ്ണം കൂടുതലാണ്. അതെ, അപ്പൊ ഞാൻ അങ്ങനെ ഫോക്കസ് ചെയ്ത് കുറച്ച് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. കറണ്ട് അഫെയർസ് ഒക്കെ ആക്റ്റീവ്ലി നോക്കാൻ തുടങ്ങി. പിന്നെ ഇംഗ്ലീഷ് അത്യാവശ്യം നോക്കി. പിന്നെ ഡെയിലി പേപ്പർ വായിക്കുന്നതും എനിക്ക് ഹെൽപ്ഫുള്ളായി. അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് എക്സാം വന്നപ്പോൾ അതും പ്രാക്ടീസ് ചെയ്യാനും എഴുതാനും ഒക്കെ തുടങ്ങി. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാം നമ്മൾ പൊതുവെ UPSC ആസ്പിരൻസ് കുറച്ച് സ്കോർ ചെയ്യുന്നൊരു മേഖലയാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം എന്നുള്ളത്. അതിൻ്റെ ഒരു പ്രധാന കാരണം നിങ്ങൾ ഈ SA, പ്രിസി ഇതുമായിട്ട് സാമ്യതയുള്ള കുറേ കാര്യങ്ങൾ UPSC പ്രിപ്പറേഷൻ്റെ സമയത്ത് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ ഇതിനെ ഹെൽപ്പ് ചെയ്തു? അത് ഇതിന് വളരെ യൂസ്ഫുൾ ആയിരുന്നു. നമുക്കിപ്പോൾ SA ആണെങ്കിലും പ്രിസി ആണെങ്കിലും സ്പെസിഫിക് വേർഡ് ലിമിറ്റ് ഉണ്ട്. അതിന് നമ്മൾ അഡെയർ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പം മാക്സിമം പോയിന്റ്സ് essayയിൽ കൊണ്ടുവരുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം 150 വേർഡ്സ് ഉള്ള ഒരു essayയിൽ മാക്സിമം പോയിന്റ്സ് കൊണ്ടുവരുന്ന കാൻഡിഡേറ്റിന് അത് ഭയങ്കര യൂസ്ഫുൾ ആവും. അപ്പം മോക്ക് ടെസ്റ്റ് ഒക്കെ ഞാൻ റെഗുലർലി ചെയ്തായിരുന്നു. അപ്പം അതിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്കും, അപ്പം ആ ലിമിറ്റഡ് സ്പേസിൽ എങ്ങനെ കണ്ടന്റ്സിനെ ഓർഗനൈസ് ചെയ്യാമെന്നും, പിന്നെ ടൈം വളരെ കുറവാണ്. 1 hour കൊണ്ട് നമ്മൾ കോംപ്രിഹെൻഷനും പ്രിസിയും 2 എസ്സേയും ചെയ്യണം.
അപ്പോൾ എല്ലാം സ്പീഡായിട്ട് എഴുതുന്ന ആ സ്പീഡും സ്പീഡും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു എക്സാം മോഡും നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് കഴിഞ്ഞ് ഉടനെ തന്നെയാണ് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് നടക്കുന്നതല്ലേ. അപ്പം നമ്മൾ നമ്മുടെ വെർഡിക്റ്റോ ടെസ്റ്റ് സീരീസിലും ഇത് കഴിഞ്ഞ ശേഷം ഉടനെ ഡിസ്ക്രിപ്റ്റീവ് വെക്കാനുള്ള കാരണം അതായിരുന്നു, ഗ്യാപ്പ് കൊടുക്കാതെ. ആ ഒരു മോഡ് ഓഫ് പ്രിപ്പറേഷൻ എല്ലാം ഇതിന് അന്ന് എക്സാം ഹാളിൽ ഹെൽപ്പ് ചെയ്തില്ലേ? അതെനിക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. എസ്പെഷ്യലി ഞാനത് ആലോചിച്ചിട്ട് എന്താണ് ഇങ്ങനെ നമ്മൾ ഒബ്ജക്റ്റീവ് എക്സാം കഴിഞ്ഞ് ഉടനെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ചെയ്യുന്നത്. പക്ഷേ ആക്ച്വൽ ഹൈക്കോർട്ട് എക്സാമിനും നമ്മുടെ ഹാളിൽ നിന്ന് ഇൻവിജിലേറ്റേഴ്സ് നമ്മുടെ ഒബ്ജക്റ്റീവ് എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് തന്നു. നമ്മൾക്ക് മറ്റേ സ്ഥലത്ത് ഇനി കൊടുക്കാൻ സമയമില്ല, പെട്ടെന്ന് ഇതിനകത്തുള്ള പേപ്പർ കംപ്ലീറ്റ് ചെയ്യണം. ആൻഡ് ഐ ബിലീവ് പേപ്പർ കംപ്ലീറ്റ് ചെയ്യുന്നതും ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഘട്ടമാണ് ഇന്റർവ്യൂ അല്ലേ. മാക്സിമം 10-7 ഒക്കെയാണ് മാക്സിമം ഒരാൾക്ക് ഇന്റർവ്യൂ കൊടുക്കുക. സോ നമ്മുടെ മോക്ക് ഇന്റർവ്യൂവിനും അനു വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അതും അതിൻ്റെ ഭാഗമായുള്ള ഇൻ്റർവ്യൂ സെഷൻസ് എല്ലാം ഒറിജിനൽ ഇൻ്റർവ്യൂ ഹാളിൻ്റെ മുന്നിലിരിക്കുമ്പോൾ അനുവിന് എത്രമാത്രം ഹെൽപ്പ് ചെയ്തു? മോക്ക് ഇൻ്റർവ്യൂ സെഷൻസ് നമുക്ക് ഭയങ്കര എഫക്റ്റീവാണ്. കാരണം ഇവിടുത്തെ മോക്ക് ഇൻ്റർവ്യൂ സെഷന് ഒരു ജസ്റ്റ് സർ ആയിരുന്നു. അപ്പം ഹൈക്കോർട്ടിൻ്റെ തന്നെ ഒരു ഒഫീഷ്യൽ വരിക എന്ന് പറഞ്ഞാൽ അതൊരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. നമുക്ക് പ്രിപ്പയർഡ് ആവാം, വാട്ട് ടു എക്സ്പെക്റ്റ്, അവരോട് എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യണം എന്നുള്ള കാര്യം പ്രിപ്പയർഡ് ആവായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് ഓറിയന്റേഷൻ സെഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഹൈക്കോർട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു മാം നമുക്കൊരു ഓറിയന്റേഷൻ സെഷനൊക്കെ, അപ്പം നമുക്ക് ജോബിന്റെ ഒരു നേച്ചർ അറിയാൻ അത് വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ ഇങ്ങനത്തെ മോക്ക് സെഷൻ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ കോൺഫിഡൻസ് കുറച്ച് ബൂസ്റ്റ് ചെയ്യും. അപ്പം നമുക്ക് ആക്ച്വൽ ഇന്റർവ്യൂ സെഷനിൽ അത്യാവശ്യം പ്രിപ്പയർഡായി പോകാൻ പറ്റും. അനുവിൻ്റെ ഇംഗ്ലീഷിലുള്ള ഒരു പിടുത്തത്തെ കുറിച്ച് പറഞ്ഞു. അനുവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്കറിയാം. അനു പറഞ്ഞിട്ടുണ്ടായിരുന്നു അനു ബ്ലോഗ് ചെയ്യും അല്ലേ, അതുപോലെ അനു അത്യാവശ്യം എഴുതും. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ പ്രിപ്പറേഷൻ്റെ ഭാഗമല്ലാതെയുള്ള ആക്ടിവിറ്റികൾ പലപ്പോഴും കുട്ടികളെ UPSCയിലെല്ലാം കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അനു അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു, ലൈക്ക് അനുവിൻ്റെ അത്തരം സ്കില്ലുകൾ എങ്ങനെ ഇവിടെ അനുവിനെ ഹെൽപ്പ് ചെയ്തു? എനിക്ക് ഡോക്യുമെന്റേഷൻ, സ്പീച്ച് പോലുള്ള അങ്ങനത്തെ സോഫ്റ്റ് സ്കിൽസിനോടൊരു ആപ്റ്റിറ്റ്യൂഡൊക്കെ ഉള്ള ആളാണ്. കോളേജിലും സ്കൂളിലൊക്കെ അത്യാവശ്യം സ്പീച്ച് ഡിബേറ്റ് കോമ്പറ്റീഷൻസിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ചെറിയ എഴുത്തും ഒരു ബ്ലോഗൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഐഡിയാസ് ഓർഗനൈസ് ചെയ്യാനും എഫക്റ്റീവ്ലി അത് എഴുതാനും ഇംഗ്ലീഷിലൊരു അത്യാവശ്യം നല്ല കമാൻഡ് ഉണ്ടായിരുന്നു. അത് ഈ എക്സാമിന് കുറച്ച് ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഫ്രം സ്ക്രാച്ച് ബിൽഡ് ചെയ്യാതെ ഏതൊക്കെ ഏരിയാസിലാണ് ഇമ്പോർട്ടൻസ് വേണ്ടതെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ അതിന് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ആൻഡ് അനുവിൻ്റെ പ്രിപ്പറേഷൻ ജേണി പറഞ്ഞു. അനു ബിടെക് കഴിഞ്ഞ് ഉടനെ കോമ്പറ്റീവ് എക്സാമിലോട്ട് കയറിയ ഒരാളാണ്. സോ ആ ടെക്ക് അവിടെ ഉപേക്ഷിച്ചാണ് ഇതിലോട്ട് വരുന്നത്. ഇപ്പം എന്ത് തോന്നുന്നു? ഇപ്പം കുഴപ്പമില്ല, സന്തോഷം തോന്നുന്നു ഇത് കണക്ക് എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റിയതിന്. പക്ഷേ പേഴ്സണലി സ്പീക്കിംഗ് ബിടെക് ബാക്ക്ഗ്രൗണ്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പാർട്ട് ഫ്രം ദ സിലബസ് നമുക്ക് ബിടെക് കോഴ്സ് ഒരുപാട് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനുണ്ട്. പെർസിവിയറൻസ്, നമ്മൾ സ്ട്രൈവ് ചെയ്യുക, അത് ഈ ജേണിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഗ്രാജുവേഷൻ കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മുടെ കൂടെ പഠിച്ചവരൊക്കെ പല മേഖലകളിലോട്ട് പോകും, കോർപ്പറേറ്റിൽ പോകും. അപ്പം നമ്മൾ ഫുൾ ടൈം പ്രിപ്പറേഷനിലിരിക്കുന്ന ഒരാൾക്ക് ജോബ് കിട്ടുന്നത് വരെ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ എക്സാംസും, ബാങ്കിങ് ആണെങ്കിലും SSC ആണെങ്കിലും എല്ലാം ഞാൻ ട്രൈ ചെയ്തത്. അപ്പോൾ അതിനൊക്കെ എൻ്റെ ബിടെക് ബാക്ക്ഗ്രൗണ്ടും ആ പെർസിവിയറൻസും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. അനുവിൻ്റെ പ്രിപ്പറേഷനെ കുറിച്ച് ഞാൻ ചോദിക്കുന്ന സമയത്ത് അനു എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു അനുവിൻ്റെ സ്റ്റഡി സ്പേസിനെ കുറിച്ച്. അപ്പോൾ അനുവിനെ ഇവിടെ ഓഫ്ലൈനിലാകെ ഞാൻ വെർഡിക്റ്റോടെ സീരീസിന് മാത്രമേ കണ്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം അനു വേറെ ഏതോ ഒരു സ്ഥലത്തിരുന്ന പ്രിപ്പയർ ചെയ്യുന്നത് നമുക്കറിയാം. അനുവിൻ്റെ ആ ഒരു പ്രിപ്പറേഷൻ സ്പേസ്, ആ ഒരു ലൈബ്രറിയെ കുറിച്ചൊന്ന് പറഞ്ഞ്. ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ട്രിവാൻഡ്രം സെറ്റിൽ ചെയ്ത് UPSC കോച്ചിങ്ങിന് തുടങ്ങിയതാണ്. പക്ഷേ ഈ എൻവയൺമെൻറ്റ് എനിക്ക് കുറച്ച് സ്ട്രെസ്ഫുൾ ആയി തോന്നിയപ്പോൾ ഞാൻ നേരെ നാട്ടിലേക്ക് പോയി. അവിടെ അങ്ങനെ കുട്ടികൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു സ്റ്റഡി സ്പേസ് ഇല്ലായിരുന്നു. അപ്പോൾ ആകെ ഉണ്ടായിരുന്ന ഒരു ഓപ്ഷൻ ക്യൂലോൺ പബ്ലിക് ലൈബ്രറി ആയിരുന്നു. അവിടെ ഇതേപോലെ ഒരുപാട് ആസ്പിറൻസ് ഉണ്ട്, PSC എക്സാമിനാണെങ്കിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന. അപ്പം ഞാനും ആ ഒരു കമ്മ്യൂണിറ്റി ചേർന്ന് അവിടെ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. നൈറ്റ് 8 o'clock വരെ ലൈബ്രറിയിലെ സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ സ്റ്റുഡൻസ് അവിടെ റെഗുലർലി ഇരുന്ന് പഠിക്കും. പിന്നെ ടെസ്റ്റ് സീരീസിന് മാത്രമായിട്ട് ഞാൻ കൊല്ലത്തുനിന്ന് ട്രെയിൻ കയറി ഇങ്ങോട്ട് വരും, ടെസ്റ്റ് സീരീസ് എഴുതും, തിരിച്ചു പോകും. അങ്ങനത്തെ ഒരു രീതിയായിരുന്നു. നമ്മുടെ അനു പറയുന്നത് വലിയൊരു എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നാട്ടിൽ ഡ്രഗ് അല്ലെങ്കിൽ മയക്കുമരുന്ന് അതിലോട്ട് കുട്ടികൾ പോകുന്ന സമയത്ത് നമ്മളെപ്പോഴും പറയും കളിയിടങ്ങളും ലൈബ്രറികളും തിരിച്ചു പിടിക്കണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യകതയോടെ കാണുന്നത്. അനുവിനെ പോലുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക്
അത്തരം സ്പേസ് ഉപകാരപ്പെടുന്നുണ്ട് അല്ലേ? അനു തന്നെ പറഞ്ഞു കൊല്ലത്ത് അത്തരം സ്പേസുകൾ കുറവാണ്. കൊല്ലത്ത് മാത്രമല്ല, കേരളത്തിൽ ട്രിവാൻഡ്രം ഒഴിച്ചു നിർത്തിയ ബാക്കി പല സ്ഥലങ്ങളിലും ഇത്തരം സ്റ്റഡി സ്പേസുകൾ കുറവാണ്. അപ്പോൾ സ്റ്റഡി സ്പേസുകൾ ആൻഡ് ആ ഒരു കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനെ കുറിച്ചുകൂടെ അനു ഒന്ന് പറയണം. ഞാൻ പറഞ്ഞ പോലെ അവിടെ ഒരുപാട് ആസ്പിറൻസ് ഉണ്ട്, ഇങ്ങനെ UPSC ആണെങ്കിലും അല്ലാതെ PSC ആണെങ്കിലും പഠിക്കാൻ. അപ്പം സ്പെസിഫിക്കലി ഹൈക്കോർട്ടിന് പഠിച്ചപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് സുബിൻ എന്നെ ഹെൽപ്പ് ചെയ്തായിരുന്നു പഠിക്കാൻ. അയാളിപ്പോൾ CPO ആയിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരുമിച്ച് കമ്പൈൻ സ്റ്റഡി പഠിക്കുന്നത് എപ്പോഴും എഫക്റ്റീവാണ്. അതിനൊരു പറ്റിയ സ്പേസും ഒരു കൂടെ ഒരു സ്റ്റഡി പാർട്ട്ണറും ഉണ്ടെങ്കിൽ അത് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ അവിടുത്തെ ബാക്കി ആസ്പിറൻസും അവരെന്നെ ഇമോഷണൽ സപ്പോർട്ടാണെങ്കിലും അതും ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാരണം നമ്മൾ ലൈക്ക് മൈൻഡഡ് പീപ്പിളിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്, എല്ലാവർക്കും ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഫാമിലി മാറ്റി വെച്ച് അതും ഒരു നല്ലൊരു സ്പേസാണ് നമുക്ക് പഠിക്കാനും ഒന്ന് റിലാക്സ് ചെയ്യാൻ. ആൻഡ് അനുവിൻ്റെ KS മെൻറ്ററിനോടൊപ്പമുള്ള ജേണി പറയുന്ന സമയത്ത് അനു പറഞ്ഞു ഇത് മാത്രമല്ല വേറെ കുറേ ടെസ്റ്റ് സീരീസുകളിലും ഒക്കെ അനു KS മെൻറ്റർ ഇൻ്റർവ്യൂകളിലൊക്കെ അനു KS മെൻറ്ററിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് KS മെൻറ്റർ എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സർവീസ് ഡെലിവറി അല്ലെങ്കിൽ ഒരു അക്കാഡമിക് ഡെലിവറീനെ അനു എങ്ങനെ വാച്ച് ചെയ്യുന്നു? KS മെൻറ്ററിനെ ഞാൻ മനസ്സിലാക്കുന്നത് പരിചയപ്പെടുന്നത് എൻ്റെ UPSC പ്രിപ്പറേഷൻ ടൈമിലാണ്. അപ്പോഴാണ് ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി കേൾക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെ ഈ ജനറൽ എക്സാംസ് കുറച്ചും കൂടെ നന്നായിട്ട് ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ ഞാൻ എല്ലാ ടെസ്റ്റ് സീരീസും, ഞാൻ ഇവിടുത്തെ മിക്കവാറും എല്ലാ ടെസ്റ്റ് സീരീസിലുണ്ട്. ഗോദ ടെസ്റ്റ് സീരീസ്, LD ടെസ്റ്റ് സീരീസ്, വെർഡിക്റ്റോ, പിന്നെ പോരാട്ടം ടെസ്റ്റ് സീരീസ്, മാമാങ്കത്തിലുണ്ട്. അങ്ങനെ മിക്കവാറും എല്ലാ ടെസ്റ്റ് സീരീസും ഞാൻ ജോയിൻ ചെയ്ത് അത് റെഗുലർലി ചെയ്യാറുണ്ട്. അത് വളരെ ഹെൽപ്ഫുള്ളാണ് എനിക്ക്. ബിക്കോസ് ആക്ച്വൽ സ്റ്റഡിങ് മാത്രം പോരാ, ഒരു പ്രാക്ടീസ് റിവിഷൻ ഇസ് ക്രൂഷ്യൽ. അനു, വേറെ കാര്യം ചോദിക്കാനുള്ള, അനു ഇപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ മാത്രമല്ല ഉള്ളത്, മുമ്പ് മെൻഷൻ ചെയ്താണ് SSC PSC തന്നെ നടത്തുന്ന ബാക്കി പരീക്ഷകളിലെല്ലാം അനു പല സ്റ്റേജുകളിൽ എത്തിയിട്ടും ലിസ്റ്റിലുള്ള ഒരാളാണ്. എങ്ങനെ ഒരേ സമയത്ത് ഒന്നിലധികം, നമ്മൾ പലപ്പോഴും പറയും ഒന്നിലധികം എക്സാമുകൾ ഒരുമിച്ച് പഠിക്കരുത്, പക്ഷെ അനു എല്ലാ എക്സാമും തുടക്കത്തിൽ ഒരുമിച്ച് പഠിച്ച ആളല്ല, ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത ശേഷമാണ് അനു ബാക്കി എക്സാമുകളോട്ട് കിടക്കുന്നത്. അതെങ്ങനെയാണ് ആ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ് ചെയ്തത്? അതായത് അത് ഞാൻ UPSC ബാക്ക്ഗ്രൗണ്ടാണ് ഫോക്കസ് ചെയ്തത്. അപ്പം ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് ഒരു PCM കോഴ്സ് ചേർന്നപ്പം അതിലാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. പക്ഷേ റൈറ്റ് ഫ്രം ഗ്രാജുവേഷൻ ഞാൻ ഒരു പോയിൻ്റായിട്ട് എടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ എലിജിബിളായ എല്ലാ എക്സാമിനും അപ്ലൈ ചെയ്യുക, അതിന് ഷോ അപ്പ് ചെയ്യുക. അപ്പം നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ മനസ്സിലാക്കാം. ഇതിന് എത്ര കാൻഡിഡേറ്റ്സ് വരുന്നുണ്ട്, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, നമ്മൾ എത്രത്തോളം നമ്മുടെ പ്രിപ്പറേഷൻ അപ്പ് ചെയ്യണം, എന്നെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഒരു വർഷത്തെ PCM കോഴ്സ് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കുറച്ചും കൂടെ റിലീജിയസ്ലി മറ്റ് എക്സാംസും പാരലലി നോക്കാൻ തുടങ്ങി. മോർണിംഗ് ടു ഈവനിങ് UPSCയുടെ കാര്യങ്ങൾ, ആൻസർ റൈറ്റിംഗ് ആയാലും അല്ലെങ്കിൽ പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ചെയ്തിട്ട് ബാക്കി ഏതെങ്കിലും എക്സാംസിൻ്റെയൊക്കെ മോക്ക് ടെസ്റ്റോ ക്വസ്റ്റ്യൻ പേപ്പറോ ഒക്കെ റിവൈസ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ഹൈക്കോർട്ടിലായാലും SSC എക്സാംസ് ആണെങ്കിലും നോക്കുന്നത് തന്നെ. ആൻഡ് അതുപോലെ തന്നെ എല്ലാ എക്സാമും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും അനു സമയം വേസ്റ്റ് ചെയ്തില്ല. അനു 2022 പാസ് ഔട്ട് 2 കൊല്ലം കൊണ്ട് അനു ഈ സ്റ്റേജിലെത്തി അല്ലേ? ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഇതിനൊരു പഞ്ചവത്സര പദ്ധതി ആക്കാതെ ഇതിലോട്ട് എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത ഘടകങ്ങൾ എന്താ? പേഴ്സണലി സ്പീക്കിംഗ് അതൊരു ടൈം വേസ്റ്റേജ് ആയിട്ട് തോന്നിയില്ല. കാരണം ഒരു ആസ്പിറന്റിനെ സംബന്ധിച്ചിടത്തോളം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു കാര്യം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ബോറിംഗ് ആയിട്ട് തോന്നും. അപ്പം ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് ഇതിപ്പോൾ മറ്റ് എക്സാംസിനാണെങ്കിലും ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും ഒക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. പിന്നെ GKയിലോട്ട് വരുവാണെങ്കിൽ UPSC മാറ്റി നിർത്തിയ ബാക്കി എക്സാംസ് ഒക്കെ കുറച്ചും കൂടെ ലൈറ്ററാണ്. അപ്പോൾ അത് എനിക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നി. ആപ്റ്റിറ്റ്യൂഡും ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്കതൊരു റിഫ്രഷിങ് ഇതുമായിരുന്നു. പിന്നെ UPSCയിൽ 2-3 വർഷം തുടർച്ചയായി എഴുതി അങ്ങനെ നിന്നു പോകുമോ എന്നൊരു വലിയൊരു ഭയം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനൊരു 2 years കഴിഞ്ഞപ്പോഴത്തേനും ഒരു ബാക്കപ്പ് പ്ലാൻ ആക്റ്റീവ്ലി കൺസിഡർ ചെയ്ത് തുടങ്ങിയതും ഹൈക്കോർട്ടിലേക്ക് ലാൻഡ് ചെയ്യുന്നതും. അനുവിൻ്റെ ഒരു സ്റ്റഡി സ്ട്രാറ്റജി എങ്ങനെയാണ്? ലൈക്ക് സമയം അലോക്കേറ്റ് ചെയ്യുന്നത്, റിവിഷൻ. ഇപ്പോൾ പല കുട്ടികളും അനു പറഞ്ഞു അനു റെഗുലർലി റിവിഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളും കൂടെയാണ്. ബാക്കി പല കുട്ടികളും റിവിഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അത് നമ്മൾ പറഞ്ഞാൽ പോലും അവർ ചെയ്യത്തില്ല. എന്തൊക്കെ കോർ ഘടകങ്ങളാണ് അനുവിൻ്റെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ കുട്ടികൾക്ക് അതൊന്നുകൂടെ വിശ്വാസം വരും? നമ്മൾ ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജ് നമുക്കുണ്ട്. ഇപ്പം PSC ആണെങ്കിലും UPSC ആണെങ്കിലും നമ്മൾ ടോപ്പിക്സ് ഒക്കെ സിമിലർ ആണ്. അപ്പം നമുക്ക് ആദ്യം അതിലൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ് വേണ്ടത്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ക്ലാസ് ഒക്കെ എഴുതി അല്ലെങ്കിൽ സ്വന്തമായി നോട്ട്സ് ഒക്കെ എഴുതി അതിൻ്റെ ഒരു ഇനിഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് വേണം. പിന്നെ അത് ഒരു ഓവർ ദ കോഴ്സ് ഓഫ് ടൈം ഒരു മൾട്ടിപ്പിൾ ടൈംസ് വായിക്കുക, അല്ലെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, ഏത് എക്സാം ബീറ്റ് എനിത്തിങ് അത് ചെയ്യുക. സെയിം സ്ട്രാറ്റജി തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. അനു എത്ര സമയം പഠിക്കും? ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന ഒരു പ്രധാന കമന്റ് ഞാൻ ഇപ്പോഴും അനുവിനോട് ചോദിക്കാം, അവരെ ഭാഗത്തുനിന്ന് അനു എത്ര സമയം പഠിക്കും?
പരീക്ഷ എടുക്കുമ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ സമയം എടുക്കും. പിന്നെ ഈ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിൻ്റെ ടൈമിൽ ഞാനൊരു 12 hours ഒക്കെ നോക്കി. കാരണം ഞാൻ ഒരു സമയത്ത് UPSC പാരലായിട്ട് കൊണ്ടുപോയി. അപ്പോൾ മോർണിംഗ് ടു ഈവനിങ് UPSC പഠിച്ചിട്ട് രാത്രി വന്നിരുന്ന് ഹൈക്കോർട്ടിൻ്റെ എക്സാം പഠിക്കും. പിന്നെ ഡെയിലി പേപ്പർ വായന അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് അത് ഞാൻ മുടക്കാറില്ല. അപ്പോൾ അതെല്ലാം കറണ്ട് അഫെയർ അപ്ഡേറ്റിന് വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരുപാട് ആസ്പിരൻസ് ഈ ഒരു അനുവിൻ്റെ സംസാരം കേൾക്കുന്നുണ്ട്. ആൻഡ് അവരെല്ലാം പല പല എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, പല സ്റ്റേജുകൾ അവർ തോൽക്കുന്നുണ്ട്. അനുവും എക്സാമുകളിൽ തോറ്റിട്ടുണ്ട് അല്ലേ? തോറ്റിട്ട് തന്നെയാണ് അനുവും ജയിച്ചത്. അപ്പോൾ അനുവിന് ഇതുവരെ മോട്ടിവേറ്റഡ് ആക്കി നിർത്തിയ ആ ഒരു കാര്യം ആൻഡ് ഈ ക്രൗഡും അത് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഫെയിലിയേഴ്സ് ഇന്നെവിറ്റബിൾ ആണെന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ ഇതൊരു ഈസി ടാസ്ക് അല്ലെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഒരു ഗവൺമെന്റ് ജോബ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസ്റ്റീജിയസ് പൊസിഷനിൽ എത്തുന്നത് അത് ഓബിയസ്ലി എളുപ്പമുള്ള കാര്യമല്ല. അപ്പം നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കുക. പിന്നെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ കൂടെ നിൽക്കാനായിട്ട് ഇപ്പോൾ ഫാക്കൽറ്റി ആണെങ്കിലും നമുക്ക് ഡൗട്ട് ചോദിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ഒരു ഇമോഷണൽ സപ്പോർട്ട്, മെൻറ്റേഴ്സ് പോലുള്ള ആൾക്കാർ. അബവ് ഓൾ നമ്മളിലും ഒരു വിശ്വാസമൊക്കെ ആണ്. പിന്നെ നമ്മൾ ഐ തിങ്ക് പെർസിവിയറൻസ് ഫൈറ്റ് ചെയ്യുന്നതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ ഒരു വേളയിൽ ഞാൻ ഒരുപാട് പേരോട് ഗ്രേറ്റ്ഫുൾ ആണ്. ഇപ്പം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും KS മെൻറ്റർ ആണെങ്കിലും എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്, ഇത് എൻ്റെ മാത്രം ഒരു വിജയമല്ല. അവരെല്ലാവരും കൂടെ എനിക്ക് ഒരുപാട് വിഷമിക്കുന്ന, കാരണം നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താകും ലൈഫ് എന്നുള്ള എല്ലാവരുടെയും ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാവരും കൂടെ നിൽക്കുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് എബവ് ഓൾ ബിലീവ് ഇൻ യുവർ സെൽഫ്, കാരണം നമ്മളും എഫേർട്ട് കൊടുക്കണമല്ലോ. അതെ. ആൻഡ് അനുവിൻ്റെ പ്രിപ്പറേഷൻ ജേണി അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാണ്, അനുവിനെ ഇനി ഒരുപാട് വട്ടം നിങ്ങൾ പല ഇൻ്റർവ്യൂകളിൽ കാണേണ്ടി വരട്ടെ. ആൻഡ് ഓൾ ദി ബെസ്റ്റ് അനു. താങ്ക് യു സോ മച്ച് ഫോർ ദോസ് വേർഡ്സ്.